നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് ഒരു എപ്പിസോഡായിട്ടല്ല, 1-2 എപ്പിസോഡുകളായിട്ട്, ചിലപ്പോൾ 3 എപ്പിസോഡ് വരെ പോകാം. കാരണം അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അത്രയും പ്രാധാന്യത്തോടെ മൗലിക അവകാശത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും പ്ലസ് എന്താണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ മൗലിക അവകാശങ്ങളുടെ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. മൗലിക അവകാശങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും എന്താണ്? മൗലിക അവകാശങ്ങളാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാ കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, അതുപോലെ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണെന്നറിയാമോ? മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കുറേയധികം കമ്മിറ്റികളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 22 കമ്മിറ്റികളെ പറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും മൈനോറിറ്റി റൈറ്റ്സിനെയൊക്കെ പറ്റിയുള്ള കമ്മിറ്റിയുടെ തലവനെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളത് എന്താണ്? സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതെന്ത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? പ്രിയാമ്പിളിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ്. ശ്രദ്ധിക്കുക, അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 32 ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 32നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ഇവിടെ 2 കാര്യങ്ങൾ നോക്കുക. ഒന്നാമതായിട്ട് നമ്മൾ സമത്വത്തിനുള്ള അവകാശം, ആദ്യത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതാ? സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. ആ റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് പറയുന്നത്. രണ്ടാമത്തെ റൈറ്റ് എന്താ? റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് 19 മുതൽ 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവകാശമാണ് ഏത്? റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഒരു LD എക്സാമിന് വേണ്ടിയിട്ട് മാത്രമെന്നല്ല. PSCയുടെ ഏറ്റവും താഴെ LGS എക്സാമിൽ തുടങ്ങി ഏറ്റവും ഉയർന്ന KS പരീക്ഷ വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും മൗലിക അവകാശങ്ങൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പഠിച്ചു വെക്കുന്നതോടെ നിങ്ങൾക്ക് LD എക്സാം മാത്രമല്ല, ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ, UPSC എക്സാമുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്കിത് എന്താണ്? ഗുണകരമാണ്. അപ്പോൾ നമ്മൾ മൗലിക അവകാശത്തിൽ നോക്കിയത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവകാശം ഏതാണ്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. നിങ്ങൾക്ക് ഇതുവരെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നോ അത് കൃത്യമായിട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതങ്ങ് പഠിച്ചു പോവാം. എന്ത് ചെയ്യുക? ഡൗട്ടുള്ള പോർഷൻസ് ഒന്നും കൂടി ആവർത്തിച്ച് കേൾക്കുക മാത്രം ചെയ്താൽ മതി നിങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? 25 മുതൽ 28 വരെ എന്താണ്?
റൈറ്റ് ടു റിലീജിയൻ ആണ്, മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം ഏതാണ്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഡോക്ടർ BR അംബേദ്കർ എന്താണ് ഹൃദയവും ആത്മാവും എന്ന് പറയണമെങ്കിൽ അത് അത്രയും പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഈ അനുച്ഛേദം എന്നാൽ ആർട്ടിക്കിൾ എന്നുള്ളതിൻ്റെ പൂർണ്ണമായ മലയാള പദമാണ് അനുച്ഛേദം. അപ്പോൾ അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ആണെന്ന് ഓർക്കുക. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? ലംഘിക്കാൻ പാടില്ല. മൗലിക അവകാശങ്ങളെ ലംഘിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല. അത് സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 29ഉം 30ഉമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 23ഉം 24ഉം. നമ്മൾ കുറച്ച് മുമ്പ് 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശമാണെന്ന് പറഞ്ഞു. 14 മുതൽ 18 വരെ. അത് കഴിഞ്ഞ് നമ്മൾ എന്തു പറഞ്ഞു? 19 മുതൽ 22 വരെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ 22 കഴിഞ്ഞ് പിന്നതേ 23ഉം 24ഉം എന്താണ്? ആർട്ടിക്കിൾ 23ഉം 24ഉം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 23ഉം 24ഉം. അത് കഴിഞ്ഞ് 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. 29ഉം 30ഉം എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ഇനി ആർട്ടിക്കിൾ 32 എന്താണ്? ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. റിട്ടുകളൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 23ഉം 24ഉം. വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചതെന്ന് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും അത് ലഭിക്കാതെ വരികയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ എന്ത് ചെയ്യാൻ പറ്റും? സമീപിക്കാൻ പറ്റും. ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? പക്ഷേ ന്യായവാദാർഹമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. ഇത് ശരിക്കും എന്താണ്? DPSPയുടെ കാര്യമാണ്. നമ്മളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പാർട്ടിൽ പറയുന്നു എന്ന് മാത്രം. അവിടെ മനസ്സിലാക്കേണ്ടതും കണക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുകയാണ്? വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിനെ സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ DPSP ന്യായവാദാർഹമല്ല എന്നാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം. നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയോ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. ഇത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യാണ്? അന്യായമായ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളെ നിയമവിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള റൈറ്റ് ആർക്കാ ഉള്ളത്?
നീതിന്യായ വിഭാഗത്തിനാണ് ഉള്ളത്, ജുഡീഷ്യറിക്കാണുള്ളത്. നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അതേതാണ്? ഇക്വാളിറ്റി അല്ലേ? അത് ആർട്ടിക്കിൾ 14 നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് 2009 ഓഗസ്റ്റ് 26 നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 37. നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയോ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമത്തിനു മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 14. നിയമവാഴ്ച എന്ന ആശയം ഊർജം കൊണ്ടിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? നിയമവാഴ്ച എന്ന് വെച്ചാൽ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്ന ആശയം ഊർജം കൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 14. എന്താണ്? നിയമവാഴ്ച എന്ന ആശയം ഊർജം കൊണ്ടിരിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്കുള്ള പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്കുള്ള പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 29. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമാണെന്ന് കരുതുന്ന അനുച്ഛേദം. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമാണെന്ന് കരുതുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 19. റൈറ്റ് ടു ഫ്രീഡത്തിൽ പെടും. പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നതെന്നാണ്? അത് 2020 ജൂലൈ 29 പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാനാണ് കസ്തൂരിരംഗൻ. പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാൻ ആരാണ്? കസ്തൂരിരംഗനാണ്. അപ്പോൾ നിയമവാഴ്ച എന്ന ആശയം ഊർജം കൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 14. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്കുള്ള പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമാണെന്ന് കരുതുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 19. പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29. പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? കസ്തൂരിരംഗനാണ്. ബഹുമതികളുടെ റദ്ദാക്കൽ ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്? അത് സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ത്? ബഹുമതികൾ റദ്ദാക്കൽ. ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരൻ്റെ സംരക്ഷണ കവചമായി നിലകൊള്ളുന്നതെന്ത്? എന്താണ്? ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരൻ്റെ സംരക്ഷണ കവചമായി നിലകൊള്ളുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണകൂടം എന്താണ്? പാർഷ്വാലിറ്റി കാണിക്കുക, ഒരു വിഭാഗത്തിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരു പൗരൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കവചമായിട്ട്, അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കവചമായിട്ട് നമുക്കെന്തെങ്കിലും ലംഘിക്കപ്പെടുകയാണ് അവകാശങ്ങളെങ്കിൽ നമുക്ക് കാണിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇത് പറയുന്നുണ്ട്, സമത്വത്തിനുള്ള അവകാശം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെന്ത് വേണം? ഇക്വാളിറ്റി വേണം എന്നുള്ള കാര്യം നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരു പൗരൻ്റെ സംരക്ഷണ കവചമായിട്ട് നിലകൊള്ളുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, നിയമസഹായത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നത് ഏതിലാ? ആർട്ടിക്കിൾ 21. എന്താണ്? ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, നിയമസഹായത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 21. ഭരണഘടനയുടെ 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണെന്നാണ്? അത് ആർട്ടിക്കിൾ 21 അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ്? ഭരണഘടനയുടെ 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് സ്വത്തവകാശം ഒരു നിയമ അവകാശം എന്ന രീതിയിൽ? അത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ആർട്ടിക്കിളുകൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആർട്ടിക്കിൾ 31 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ? ആർട്ടിക്കിൾ 31 സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു എന്ന് ആദ്യകാലങ്ങളിൽ. പിന്നീട് അതെന്താണ്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ല, അതൊരു നിയമ അവകാശമായിട്ട് മാറി. ഇപ്പം അത് ആർട്ടിക്കിൾ 300A സ്വത്തവകാശം പെടുന്നത്. അത് ഭാഗം 12 അഥവാ പാർട്ട് 12 എന്ത്?
ഭരണഘടനയുടെ 12ാമത്തെ പാർട്ടിലാണ് സ്വത്തവകാശം ഒരു നിയമാവകാശം എന്ന രീതിയിൽ മാറിയത്. എത്രാമത്തെ അനുച്ഛേദം പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35. എന്താണ്? ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35. അപ്പം ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് സ്വത്തവകാശം ഒരു നിയമാവകാശം എന്ന രീതിയിൽ മാറിയത്? അത് 12ാമത്തെ പാർട്ടിലാണ്. അതുപോലെ തന്നെ 226ാമത്തെ ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരന് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഒരു മൗലിക അവകാശം വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഹൈക്കോടതിക്ക് അതിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ളതുമൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 226 ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 35. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏത് അനുച്ഛേദം അവതരിപ്പിച്ചപ്പോഴാണ് അംഗങ്ങൾ മഹാത്മാഗാന്ധി കി ജയ് വിളിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തയ്യാറാക്കപ്പെടുന്ന ആർട്ടിക്കിളുകളൊക്കെ വായിക്കുമല്ലോ. അങ്ങനെ അനുച്ഛേദം 17 അഥവാ ആർട്ടിക്കിൾ 17 അവിടെ അവതരിപ്പിച്ച സമയത്ത് അംഗങ്ങൾ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചു, മഹാത്മാഗാന്ധി കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചു. അത് അയിത്ത നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അതുകൊണ്ടാണ് അത് അവതരിപ്പിച്ചപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് വിളിച്ചത്. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശത്തിൻ്റെ അന്തസത്ത ഏതനുച്ഛേദത്തിലാണ്? അതും ആർട്ടിക്കിൾ 21. എന്താണ്? റൈറ്റ് ടു ലീവ് എന്നുള്ള അർത്ഥത്തിൽ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശം, അതിൻ്റെ അന്തസത്ത ആർട്ടിക്കിൾ 21. ഭാഷ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്? ഭാഷ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൻ്റെ ഭാഗമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം, അത് ആർട്ടിക്കിൾ 21A പെടും. ആർട്ടിക്കിൾ 21A സൗജന്യ വിദ്യാഭ്യാസവും അത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണെന്ത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത്. പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിനായിട്ട് നികുതി നൽകാൻ പൗരന്മാരെ ഭരണകൂടം പ്രേരിപ്പിക്കരുത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 27. ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 21 പറയുന്നത് ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ പാടില്ല. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ, ഖനികൾ എന്നിവിടങ്ങളിലോ അപകടകരമായ വ്യവസായങ്ങളിലോ പണിയെടുപ്പിക്കരുത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 23ഉം 24ഉം എന്താ പറയുന്നത്? റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലും ഖനികളിലും അപകടകരമായ സ്ഥലങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലൊന്നും പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24. 1978 44ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത അനുച്ഛേദം ഏതാണ്? അതാണ് ആർട്ടിക്കിൾ 31. ഏത്? സ്വത്തവകാശം മാറ്റിയില്ലേ? 1978 44ാം ഭേദഗതി പ്രകാരം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളോട് ചിലപ്പോൾ ചോദിക്കും സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൻ്റെ പട്ടികയിൽ നിന്നും മാറ്റിയത്? അതിനുത്തരം എന്താണ്? 44ാം ഭേദഗതി പ്രകാരമാണ് മാറ്റിയത്. അങ്ങനെ 44ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 31. മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന അനുച്ഛേദം ഏതാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതും 23ാമത്തെ ആർട്ടിക്കിളാണ്. മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന
അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 23 അപ്പോൾ പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിനായിട്ട് നികുതി നൽകാൻ പൗരന്മാരെ ഭരണകൂടം പ്രേരിപ്പിക്കരുത് എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 27 ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ, ഖനികൾ എന്നിവിടങ്ങളിലോ അപകടകരമായിട്ടുള്ള വ്യവസായങ്ങളിലോ പണിയെടുപ്പിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 24 1978 44 ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31. മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന അനുച്ഛേദം ഏതാണ്? അത് ആർട്ടിക്കിൾ 23. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. എത്ര തവണ കേൾക്കുന്നോ അത്രത്തോളം ഇത് മനസ്സിലേക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിൽ പതിയും. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നിങ്ങൾക്കിത് അത്യാവശ്യമാണെന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.